ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം നമ്മുടെ വീഡിയോസ് ഇപ്പോൾ നല്ല ലാഗ് ഉണ്ട്. അതായത് ഞാൻ ബി.എഡിന് ചേർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇച്ചിരി വർക്ക് ലോഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻസിൽ ചോദിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട ഏത് രീതിയിലുള്ള വീഡിയോസ്, അതായത് നിങ്ങൾക്ക് എന്ത് ഹെയറിൻ്റെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. അത് വീഡിയോസ് ഏത് രീതി വേണമെങ്കിലും നമുക്കത് ചെയ്തിടാം. പിന്നെ സമയം പോലെ പറ്റൂ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്ത് റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. കാരണം എൻ്റെ കമൻസിൽ നിങ്ങൾ ചോദിച്ചിരുന്നു, ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ കമൻസിൽ ഞാൻ കണ്ടിരുന്നു ഹെയർ വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇച്ചിരി തിരക്ക് കൂടുതലാണ്. കാരണം കുഞ്ഞൂടുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് വർക്ക് ലോഡുണ്ട്. ബി.എഡ് കോഴ്സ് എന്ന് പറയുന്നത് നല്ല വർക്ക് ലോഡുള്ള കോഴ്സാണ്. അപ്പോൾ കൊച്ചുകൂടുള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു എന്താ പറയുക തുരക്ക് പോയി ചേർന്നതാണ്. പക്ഷേ എന്നാലും എല്ലാം ഇങ്ങനെ വീട്ടുകാരോടൊക്കെ സഹായം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു തിരക്കിനിടയ്ക്ക്, അതായത് മുടി ഞാൻ പറഞ്ഞില്ല, ആഴ്ച 2 ദിവസം മാക്സിമം 3 ദിവസമൊക്കെ ഞാൻ ക്ലാസ് ഉള്ളെങ്കിൽ പോലും എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണ്, അതുകൂടെ പറയണമല്ലോ. അപ്പം ഞാൻ കഴുകാറുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്നാൽ നല്ല എഫക്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പുറത്ത് പശു നിൽപ്പുണ്ട്. നിങ്ങൾ അതിൻ്റെ സൗണ്ട് മൈൻഡ് ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രം കേട്ടാൽ മതി. പശു. അപ്പോൾ ഇവിടെ അപ്പുറത്ത് കുറേ പശുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രോസസ്സിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചെമ്പരത്തി പൂവ്, അല്ലെങ്കിൽ പിന്നെ വേണ്ടുന്നത് ഒരു മുട്ടയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ചെമ്പരത്തി പൂവ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെമ്പരത്തിയുടെ ഇല വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് തരം ചെമ്പരത്തി പൂവ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇനി അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നമ്മൾ ആ കൂട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഹെയറിൻ്റെ ആവശ്യത്തിന് മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു എമൗണ്ടാണ്. എനിക്ക് 2 മുട്ടയും നല്ല 2 കയ്യിൽ ഒതുങ്ങുന്ന അത്ര ഒരു പിടി എന്താ പറയുക ചെമ്പരത്തി പൂവാണ് എനിക്ക് വേണ്ടുന്നത്. ഞാനിത് ഇതുപോലെ ഒരു കപ്പ് വെള്ളം, ചെറിയൊരു കപ്പ് വെള്ളത്തിൽ ഇത് നല്ലതുപോലെ ഞെവിടിയതിന് ശേഷം നിങ്ങൾ തുണിക്കകത്തോ അരിപ്പിക്കകത്തോ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം മാത്രം മുട്ടയിടുക. അതായത് കോഴിമുട്ടയാണ് നല്ലത്. അത് ചുവന്ന കോഴിമുട്ട, നാടൻ കോഴിമുട്ട തന്നെയാണ് നല്ലത് എപ്പോഴും കേട്ടോ. അതാണ് ഇച്ചിരി തിക്കായിട്ടിരിക്കും, നമുക്ക് അറിയത്തില്ലേ പൊട്ടിക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ എടുത്ത് നല്ലതുപോലെ അരിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ വരും കേട്ടോ. നല്ല അതിൻ്റെ ഒരു തിക്നെസ് കൂടി വരും. അത് തലയിൽ തേച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ കഴുകിക്കളയാം.
കഴുകുമ്പം അതുപോലെ തന്നെ നമ്മളെപ്പോഴും മുടി കഴുകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുടി ഫ്രണ്ടിലേക്കിട്ട് കഴുകുക. അതുപോലെ തന്നെ വെള്ളം ഇതുപോലെ കോരി ഒഴിച്ച് നല്ലതുപോലെ മുടി നല്ല സ്ട്രെയിൻ ഒന്നും കൊടുക്കരുത്. നല്ലതുപോലെ ഇതുപോലെ ഞെവിടി നല്ലതുപോലെ പിഴിഞ്ഞ് മുടിയിൽ അത് നല്ലതുപോലെ പോകണം. അതുപോലെ അത് കഴുകി കളയുക. നല്ല തണുത്ത വെള്ളത്തിൽ വേണം കഴുകാനായിട്ട്, ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ കൂടി ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മുടി വലുതായിട്ട് ഹാഷ് ആവുകയില്ല, ഫ്രിത്തിനെസ് ഒക്കെ കുറയും, അഴുക്കൊക്കെ നല്ലതുപോലെ പോകും. നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി ഡ്രൈ ആവത്തില്ല, അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുപോലെ തന്നെ ഈ താരൻ ഉണ്ടാകുന്ന പോലെ നമ്മുടെ എണ്ണയൊക്കെ ഓയിലൊക്കെ വന്ന് എക്സസൈസ് അങ്ങനെ അടിയത്തില്ല, അതൊക്കെ മാറിക്കിട്ടും. അത് മാത്രമല്ല ഇതിന് ശേഷം, അതായത് മുടി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ചെറിയതായിട്ട് എണ്ണ കൂടി അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പം മുടി നല്ല സിൽക്കി സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു രീതിയാണ് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സമയമില്ലാത്തവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.